ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. ഇസ്രായേലി രാജാവില്ലാത്ത ആ കാലത്ത് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവ്യനുണ്ടായിരുന്നു. അവൻ യഹൂദിലെ ബത്ലഹേമിൽ നിന്ന് ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. അവൻ്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ച് വ്യഭിചാരം ചെയ്ത് അവനെ വിട്ട് യഹൂദിലെ ബത്ലഹേമിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി 4 മാസത്തോളം അവിടെ പാർത്തു. അവളുടെ ഭർത്താവ് പുറപ്പെട്ട അവളോട് നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ അവളെ അന്വേഷിച്ചു ചെന്നു. അവനോടുകൂടെ ഒരു ബാല്യക്കാരനും 2 കഴുതയും ഉണ്ടായിരുന്നു. അവൾ അവനെ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യോധിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവൻ്റെ വരവെങ്കിൽ സന്തോഷിച്ചു. യോധിയുടെ അപ്പനായി അവൻ്റെ അമ്മായിയപ്പൻ അവനെ പാർപ്പിച്ചു. അങ്ങനെ അവൻ 3 ദിവസം അവനോടുകൂടെ പാർത്തു. അവർ തിന്നുകുടിച്ച് അവിടെ രാപ്പാർത്തു. 4-ാം ദിവസം അവൻ അതികാലത്ത് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുന്ന് 2 പേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ അപ്പൻ അവനോട് ദയചെയ്തു രാപ്പാർത്ത് സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ അവനെ നിർബന്ധിച്ചു. ആ രാത്രിയും അവൻ അവിടെ പാർത്തു. 5-ാം ദിവസം അവൻ പോകേണ്ടതിന് അതികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം വല്ലതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചുകൊള്ളുകയെന്ന് പറഞ്ഞു. അവർ 2 പേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവനും അവൻ്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മായിയപ്പൻ അവനോട് ഇതാ നേരം അസ്തമിപ്പാറായി, ഈ രാത്രിയും താമസിക്കാൻ നേരം വൈകിയല്ലോ, നാം അതികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അന്നും രാപ്പാർപ്പാൻ മനസ്സിലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് യെരൂശലേം എന്ന യെബൂസിന് സമീപമെത്തി. കോപ്പിട്ട 2 കഴുതയും അവൻ്റെ വെപ്പാട്ടി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ യെബൂസിന് സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. ബാല്യക്കാരൻ യജമാനനോട് നാം ഈ യെബൂസ് നഗരത്തിൽ കയറി രാപ്പാർക്കരുതോ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് ഇസ്രായേൽ മക്കളില്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവൻ പിന്നെയും തൻ്റെ ബാല്യക്കാരനോട് നമുക്ക് ഊരുകളിൽ ഒന്നിൽ ഗിബയിലോ രാമയിലോ രാപ്പാർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മുമ്പോട്ട് പോയി ബെന്യാമീൻ ദേശത്തിലെ ഗിബയ്ക്ക് സമീപം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബയിൽ രാപ്പാർപ്പാൻ കയറി. അവൻ ചെന്ന് നഗരവീതിയിലിരുന്നു. രാപ്പാർക്കേണ്ടതിന് അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല. അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു. അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബയിൽ വന്നു പാർക്കുന്നവനുമായിരുന്നു. ആ ദേശക്കാരോ ബെന്യാമീനരുമായിരുന്നു. വൃദ്ധൻ തലയുയർത്തി നോക്കിയപ്പോൾ നഗരവീതിയിൽ വഴിയാത്രക്കാരനെ കണ്ടു. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നെന്ന് ചോദിച്ചു. അതിനവൻ ഞങ്ങൾ യഹൂദിലെ ബത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്ത് പോകുന്നു. ഞാൻ അവിടുത്തുകാരനാകുന്നു. ഞാൻ യഹൂദിലെ ബത്ലഹേമിനോളം പോയിരുന്നു. ഇപ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോവുകയാകുന്നു. എന്നെ വീട്ടിൽ കൈക്കൊള്ളാൻ ഇവിടെ ആരുമില്ല. ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും തീനുമുണ്ട്. എനിക്കും നിന്റെ ദാസിക്കും അടിയങ്ങളോടുകൂടെ ബാല്യക്കാരനും അപ്പവും വീഞ്ഞും കൈവശമുണ്ട്, ഒന്നിനും കുറവില്ലെന്ന് പറഞ്ഞു. അതിന് വൃത്തൻ നിനക്ക് സമാധാനം, നിനക്ക് വേണ്ടതൊക്കെയും ഞാൻ തരാം, വീതിയിൽ രാപ്പാർക്ക് മാത്രം അരുതെന്ന് പറഞ്ഞു. അവനെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതകൾക്ക് തീൻ കൊടുത്തു. അവരും കാലുകളും കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇങ്ങനെ അവർ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞ് വാതിലിന് മുട്ടി. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുവാ, ഞങ്ങളവനെ ഭോയിക്കട്ടെ എന്ന് വീട്ടുടവനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തേന്ന് അവരോട് അരുതേ, എൻ്റെ സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ. ഇയാൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ. ഇതാ കന്യകയായ എൻ്റെ മകളും ഇയാളുടെ വെപ്പാട്ടിയും അവിടെയുണ്ട്. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യുവീൻ. ഇയാളോട് ഈ വക വഷളത്വം പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല. ആകയാൽ ആ പുരുഷൻ തൻ്റെ വെപ്പാട്ടിയെ പിടിച്ച് അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു. അവർ അവരെ പുണർന്നു. രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു. നേരം വെളുപ്പാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്ന് തൻ്റെ യജമാനൻ ഭർത്താവ് പുരുഷൻ്റെ വീട്ടുവാതിൽക്കൽ വീണു കിടന്നു. അവളുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിൻ്റെ വാതിൽക്കൽ തുറന്നു. തൻ്റെ വഴിക്ക് പോകാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവൻ്റെ വെപ്പാട്ടി വീട്ടുവാതിൽക്കൽ കൈ ഉമ്മരപ്പടിമേലായി വീണു കിടക്കുന്നു. അവൻ അവളോട് എഴുന്നേൽക്കാൻ നാം പോകുക എന്ന് പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായില്ല. അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ട് തൻ്റെ സ്ഥലത്തേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗമംഗമായി തൻ്റെ വെപ്പാട്ടിയെ 12 കഷ്ണമാക്കി കണ്ടമാക്കി വിഭാഗിച്ച് ഇസ്രായേലിൻ്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു. അത് കണ്ടവർ എല്ലാവരും ഇസ്രായേൽ മക്കളും ഇസ്രായേൽ ദേശത്തു നിന്ന് പുറപ്പെട്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ചാലോചിച്ച് അഭിപ്രായം പറവീനെന്ന് പറഞ്ഞു.